ആഴ്ചയുടെ അവസാനം ഒരു പീസ്ഫുൾ എൻഡിങ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ? ഇന്ന് അങ്ങനെ ഒരു മാജിക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സ്വാതി. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫാമിലിയുടെ ബീച്ചിലെ കുറച്ച് പ്രഹസനങ്ങളാണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒത്തുകൂടാറുണ്ട്. ബിക്കോസ് ഈ ഗോൾഡൻ അവേഴ്സ് തരുന്ന ഒരു റിഫ്രഷ്മെന്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, എന്നാലേ ആ ഒരു ഫീല് കംപ്ലീറ്റ് ആവും. സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ടൊരു കീ പറഞ്ഞു തരട്ടെ. നമ്മുടെ കടപ്പുറത്ത് മാത്രം കിട്ടുന്ന ചില സ്നാക്സ് ഉണ്ട്. അതും കഴിച്ചുകൊണ്ട് ഈ തിരകളും എണ്ണി കുറേ സമയം അസ്തമയം നോക്കിയിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക തരം സുഖമുണ്ട്. എണ്ണയാ തീരാത്ത തിരകളും തണുത്ത കാറ്റും എല്ലാം വളരെ സ്പെഷ്യലാണ്. ബോട്ടിലാ പോണാ പോവാം. ഇതിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയത് നിയമോളും ലാമാണ്. നിയമോൾക്കാണെങ്കിൽ അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബീച്ച് കാണുന്നത്. സൺസെറ്റും ബീച്ചും മണലും അവിടുത്തെ കുറെ ആൾക്കാരും ഒക്കെ അവൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ആളൊന്നും അന്താളിച്ചു നോക്കുമായിരുന്നു. പിന്നെ അതിനോട് സെറ്റായിട്ടുണ്ടായി. ലിയാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിയാമ ആദ്യമായിട്ടാണ് ബീച്ചിൽ കടൽ വെള്ളത്തിൽ ഇറങ്ങുന്നത്. അവനാണെങ്കിൽ അങ്ങനെ ആ വെള്ളത്തിൽ കുളിക്കാൻ പറ്റിയ ആ സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കുറേ നേരം വെള്ളത്തിൽ തിമിർത്ത് കഴിഞ്ഞപ്പം ട്രൗസറിൻ്റെ ഉള്ളിലൊക്കെ മണൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കളഞ്ഞ് ആളെ കരയിൽ കയറ്റാനായിട്ട് കുറേയധികം പണിപ്പെട്ടു. എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ? നമ്മളുടെ കുട്ടിക്കാലത്ത് മാത്രം കിട്ടുന്ന കുറേ സുഖങ്ങളാണ് ഇതൊക്കെ. ഞാനും ഇതുപോലത്തെ കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ബീച്ചിലൊക്കെ പോയി കുറേ കറങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴും അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറക്കി ഞങ്ങൾ കുറേ കളിച്ചിട്ടുണ്ട് വെള്ളത്തിലൊക്കെ. ഓൾറൈറ്റ്, ആകാശം കുറച്ചുകൂടെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചെറുതായിട്ടൊന്ന് പറഞ്ഞോടെ തിരിച്ചു വീട്ടിൽ പോകാറായിട്ടുണ്ട്. ഈ സന്തോഷം കുറച്ച് നേരത്തോടെയുള്ള ഇതൊരു റിമൈൻഡറാണ്. നമ്മുടെ ഓരോ സർക്കംസ്റ്റൻസസും ഒരു അവസാനമുണ്ട്. അതിപ്പോ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും. അങ്ങനെ ഡിന്നറും കഴിച്ച് ഈ ഒരു വീക്കെൻഡ് അടിപൊളിയായിട്ട് അവസാനിച്ചു. നമ്മുടെ ലൈഫില് ഒരുപാട് സന്തോഷം തരുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത, വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ്. ഇങ്ങനെ കിട്ടുന്ന മൊമെന്റ്സ് ഒട്ടും വൈകിക്കാതെ ചാടി പിടിച്ചോണം. കാരണം ലൈഫ് ചെറുതാ. ആ ചെറിയ ലൈഫിൽ സന്തോഷങ്ങളെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അത് മാക്സിമം എൻജോയ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള വിശ്വാസത്തോടെ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.